സമീപ വർഷങ്ങളിൽ കേരളത്തിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഗർഭകാലം 37 ആഴ്ചകൾ പൂർത്തിയാകുന്നതിന് മുൻപ് നടക്കുന്ന പ്രസവങ്ങളെയാണ് മാസം തികയാതെയുള്ള പ്രസവം എന്ന് പറയുന്നത്. മാസം തികയാതെയുള്ള ജനനം ശിശുക്കളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഭാരം കുറയൽ, അണുബാധകൾ എന്നിവയുണ്ടാകാം. ഇത് ഒഴിവാക്കാൻ ഗർഭകാല പരിചരണം അത്യന്താപേക്ഷിതമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് മാസം തികയാതെയുള്ള പ്രസവങ്ങൾ സംഭവിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതശൈലി. അമിതമായ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, പോഷകങ്ങളുടെ കുറവ് എന്നിവ ഇതിൽ പ്രധാനമാണ്. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് മറ്റൊന്ന്. പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയും ഗർഭകാലത്ത് പ്രശ്നങ്ങൾക്ക് കാരണമാകും. മുൻപ് മാസം തികയാതെയുള്ള പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയാറുണ്ട്. മാസം തികയാതെയുള്ള പ്രസവം പൂർണ്ണമായും തടയാൻ കഴിയില്ലെങ്കിലും ഉയർന്ന സാധ്യതയുള്ള ഗർഭകാലത്ത് ചില മുൻകരുതലുകൾ സഹായകമാകും. ഗർഭകാല പരിശോധനകളും സ്ക്രീനിങ്ങുകളും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഗർഭസ്ഥ കാലയളവിലെ ചെറിയ മാറ്റങ്ങൾ പോലും നിർണായകമാണ്. പ്രോട്ടീൻ, ഇരുമ്പ്, കാൽഷ്യം, പച്ചക്കറികൾ, പഴങ്ങൾ, വിറ്റാമിനുകൾ എന്നിവയടങ്ങിയ സമീകൃത ആഹാരം പ്രധാനമാണ്. ജങ്ക് ഫുഡ്, അമിതമായ കാപ്പി, കാർബണേറ്റ് പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ നല്ല ഉറക്കവും ആവശ്യത്തിന് വിശ്രമവും ഉറപ്പാക്കണം. സമ്മർദ്ദമുള്ള തൊഴിലന്തരീക്ഷം ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ചെറിയ അണുബാധകൾ പോലും മാസം തികയാതെയുള്ള പ്രസവ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ഗർഭസ്ഥ ശിശുവിന് ദോഷകരമാകും. സമ്മർദ്ദവും ഉത്കണ്ഠയും ഗർഭസ്ഥ ശിശുവിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കൗൺസിലിംഗ്, കുടുംബ പിന്തുണ, ആരോഗ്യപരമായ ജീവിതശൈലി എന്നിവയൊക്കെ ഗർഭിണികൾക്ക് വളരെയധികം സഹായകമാണ്.